So let's talk about a book called Because Life is a Gift. സോ ബുക്കിൻ്റെ ഓതർ ദിശ ആണ്. ഒരു ഇന്ത്യൻ ഓതറാണ്, ഒരു യങ് ലേഡിയാണ്. സോ ഈ ബുക്ക് എനിക്ക് വളരെ ആക്സിഡൻ്റലായിട്ട് എൻ്റെ കിട്ടുകയാണ്. ഞാൻ വായിക്കാൻ വേണ്ടി വാങ്ങിച്ചതോ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് എത്തിച്ചതോ അങ്ങനെയൊന്നുമല്ല. വളരെ ആക്സിഡൻ്റലായി കിട്ടി. ബുക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അറിഞ്ഞപ്പോൾ അങ്ങ് വായിച്ച് നോക്കിയതാണ്. ഡിസബിലിറ്റീസ് ഉള്ള മനുഷ്യനോട് ഇന്ത്യൻ സൊസൈറ്റിക്ക് വളരെ സ്റ്റിൽ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളത്. എന്ന് വെച്ചാൽ അവരെ കാണുമ്പോഴേ അയ്യോ പാവം, ഒരു പിറ്റിയിങ് കൈൻഡ് ഓഫ് തിങ്സ്. അതിനുശേഷം പിന്നെ അവരുടെ ജീവിതത്തിൽ അവരിനി എങ്ങനെയാകും, അവരിനി ആര് നോക്കും എന്നൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സാഡിസ്റ്റ് മനോഭാവം. പലപ്പോഴും പല ആളുകളും ഒരു വീൽ ചെയറിലുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്, വീൽ ചെയറിലൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോഴത്തേനും അവരുടെ വീൽ ചെയറാണ് ആദ്യമേ കാണുന്നത്, ആ വ്യക്തിയെ കാണുന്നില്ല. ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അവരുടെ ഡിസബിലിറ്റി കൊണ്ടാണ് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഇതിനൊന്നും നമ്മളൊരു ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ കൊടുക്കാറില്ല. വായിച്ചതിന് ശേഷം പറയണം, because it's a mind-blowing one, not because it has some sort of fantasy in it. It's all about reality of people with disabilities, especially when they are growing up, when they are living their life in India. ഈ ബുക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ജോണറിൽ തന്നെയുള്ള ബുക്കാണ്. ഒരുപാട് ജീവിതത്തിൽ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്ന നമുക്കൊക്കെ ഒന്ന് വായിക്കാൻ പറ്റിയൊരു പുസ്തകം തന്നെയാണ്. ശരിക്കും ലൈഫിനോടൊരു നല്ലൊരു അപ്രോച്ച് നമുക്ക് കൊണ്ടുവന്ന് തരാൻ ഈ പുസ്തകം നമ്മളെ ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് പോസിബിൾ ഒരു മസ്റ്റ് റീഡ് ബുക്കുകളിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പുസ്തകം തന്നെയാണ്, എസ്പെഷ്യലി കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് ഓതർ ഈസ് ഇന്ത്യൻ. എല്ലാവരെയും ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നതെല്ലാം ഇന്ത്യയിലുള്ള ആൾക്കാരെയാണ്, അവരുടെ ജീവിതങ്ങളാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡിസബിലിറ്റി ഉള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അവരോടുള്ളൊരു അപ്രോച്ചിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കും. മോർ ഓവർ ഒരുപാട് മനുഷ്യരെ ഞാൻ നമ്മുടെ ഇടയിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഡിസബിലിറ്റീസ് ഉള്ള മനുഷ്യരുടെ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോൾ അയ്യോ ഇവരൊന്നും ജനിക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പറച്ചിൽ പറയുന്ന ആൾക്കാരെ. അതൊരു വളരെ റോങ് ആയിട്ടുള്ള അപ്രോച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഓഫ്റ്റൺ ചിലപ്പം വരുന്നത് ബൈ ബർത്തിലായിരിക്കും, പക്ഷേ എനി ടൈം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിൽ ഏത് സ്റ്റേജിലും നമ്മളൊരു ഡിസേബിൾഡ് ആയിട്ട് ഉള്ള ആളായി മാറാം, ഈവൻ ഇതിനു മുമ്പ് ഹെൽത്തി ആയിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ, ഒരു സഫർ ചെയ്യുന്ന കാണുമ്പോൾ, എസ്പെഷ്യലി അവർ അങ്ങ് പൊക്കോട്ടെ, അവരിവിടെ ജീവിക്കാൻ അർഹത ഉള്ളവരല്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഡിസ്റ്റ് അപ്രോച്ചാണ്, ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അവരോടുള്ള ഒരു കൈൻഡ്നെസ്സോ എമ്പതിയോ ഒന്നുമല്ല ഇതിൻ്റെ പുറകിലുള്ള കാരണം. ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണ്, ഡിസബിലിറ്റി ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണ ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റി ചെയ്യേണ്ട കാര്യം. സോ ഈ ബുക്ക് ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് റീഡാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. എനിക്ക് ഇതിൻ്റെ ഓതറിൻ്റെ പറ്റിയിട്ടുള്ള അധികം ഡീറ്റെയിൽസ് അറിയത്തില്ല. It's actually a very appreciable thing to see this sort of an effort is made by an Indian young woman. Especially ഇതൊന്നും അധികം ആൾക്കാർ ടച്ച് ചെയ്യാത്തൊരു ഏരിയയാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു സാഹചര്യം വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ എന്തായാലും ബുക്കിൻ്റെ പേര് മറക്കണ്ട, ബിക്കോസ് ലൈഫ് ഈസ് എ ഗിഫ്റ്റ്.